ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത സമാനതകളില്ലാത്ത നവീകരണങ്ങൾക്കും അതേപോലെ തന്നെ വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾക്കുമാണ് ലണ്ടനിലെ രാജകൊട്ടാരങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. തങ്ങളുടെ ഔദ്യോഗിക ആസ്ഥാനമായിരുന്ന ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഇനി തങ്ങൾ സ്ഥിര താമസക്കാരായിട്ട് ഉണ്ടാകില്ലെന്ന ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെയും അതേപോലെ തന്നെ കാമിന രാജ്ഞിയുടെയും പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. 1837 വിക്ടോറിയ രാജ്ഞി ബ്രിട്ടൻ്റെ സിംഹാസനത്തിൽ ഏറിയതു മുതൽ ഇന്നേ വരെ ലണ്ടനിലെ രാജകീയ ജീവിതത്തിൻ്റെ പരമാധികാര കേന്ദ്രവും അതേപോലെ തന്നെ പരമ്പരാഗത വസതിയുമായിരുന്നു ബക്കിംഗ്ഹാം എന്ന് പറയുന്ന കൊട്ടാരം. നിലവിൽ 369 പൗണ്ടിൻ്റെ വമ്പിച്ച നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന കൊട്ടാരത്തിലേക്ക് അടുത്ത വർഷം മുതൽ പണികൾ പൂർത്തിയായാൽ പോലും തങ്ങൾ താമസം മാറില്ലെന്ന് രാജാവ് വ്യക്തമാക്കുമ്പോൾ അത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങളെയാണ് തിരുത്തി കുറിക്കുന്നത്. മാത്രമല്ല കൊട്ടാരം പൂർണ്ണമായിട്ടും ഒഴിയുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാനും സന്ദർശിക്കാനുമുള്ള അവസരങ്ങൾ വളരെയധികം വർദ്ധിപ്പിക്കുക എന്ന സുപ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ് കൊട്ടാരം അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ആഡംബര മുറികൾ ഉപേക്ഷിച്ച് ചാൾസ് രാജാവും അതേപോലെ തന്നെ കാമില രാജ്ഞിയും തങ്ങളുടെ ഭരണകാലം മുഴുവൻ ലണ്ടനിലെ ക്ലാരൻസ് ഹൗസിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജാവിൻ്റെ അക്കൗണ്ടൻറ്റും അതേപോലെ തന്നെ സ്വകാര്യ പേഴ്സിൻ്റെ സൂക്ഷിപ്പുകാരനുമായിട്ടുള്ള ജെയിംസ് ചാൾസ് മേഴ്സ് വ്യക്തമാക്കുന്നത് പ്രകാരം ഏതാണ്ട് 2003 മുതൽ ചാൾസ് രാജാവ് താമസിക്കുന്ന ക്ലാരൻസ് ഹൗസ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി എന്നുള്ളതാണ്. ഏകദേശം 50 വർഷത്തോളം ഈ വീട്ടിൽ താമസിച്ചിരുന്ന തൻ്റെ മുത്തശ്ശി എലിസബത്ത് രാജ്ഞിയുടെ ക്ലീൻ മദർ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അവരുടെ മരണശേഷമാണ് ചാൾസ് ഈ വസതി ഏറ്റെടുത്തത് തന്നെ. 2022 സെപ്റ്റംബറിൽ എലിസബത്ത് രണ്ടാമൻ രാജ്ഞിയുടെ വിയോഗത്തോട് തുടർന്ന് അതായത് രാജാവ് മാറിയപ്പോൾ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് മാറാനുള്ള പാരമ്പര്യ അവകാശം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ വെറും 120 മീറ്റർ മാത്രം അകലെയുള്ള മറ്റൊരു കൊട്ടാരത്തിലേക്ക് തൻ്റെ വലിയ കുടുംബത്തെയും അതേപോലെ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളെയും മാറ്റുന്നതിലൂടെ ഉണ്ടാകുന്ന വമ്പിച്ച തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനാണ് രാജാവ് ഈ ലളിതമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എങ്കിലും ആചാരപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും പകൽ സമയത്തെ വിശ്രമത്തിനും ഔദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കുമായിട്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ സ്വകാര്യ മുറികൾ രാജാവിന് എപ്പോഴും ലഭ്യമായിരിക്കും. കൊട്ടാരം രാജവാഴ്ചയുടെ ഹൃദയമായി തുടരുമെങ്കിലും അത് രാജാവിൻ്റെ ഉറക്കം മുറിയാകില്ല എന്നുള്ളതാണ് വക്താക്കളുടെ ഒരു പ്രസ്താവന തന്നെ. മാത്രമല്ല പുതിയ മാറ്റങ്ങളെ അടിവരയിടുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരം ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു സാമ്പത്തിക സുതാര്യതയിലൂടെ ബ്രിട്ടീഷ് ജനതയെ ഞെട്ടിച്ചിരിക്കുകയാണ് ചാൾസ് മൂന്നാമൻ രാജാവ്. തൻ്റെ നികുതി ബിൽ പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്ന ബ്രിട്ടീഷ് ചരിത്രത്തിലെ ആദ്യത്തെ രാജാവായിട്ട് ചാൾസ് മൂന്നാമൻ മാറിയിരിക്കുകയാണ്. റോയൽ അക്കൗണ്ടുകൾ പുറത്തുവിട്ട കൃത്യമായിട്ടുള്ള രേഖകൾ പ്രകാരം 2024-2025 സാമ്പത്തിക വർഷത്തിൽ മാത്രം ചാൾസ് രാജാവ് ഏതാണ്ട് 12.9 മില്യൺ പൗണ്ടാണ് നികുതി ഇനത്തിൽ ബ്രിട്ടീഷ് ഖജനാവിലേക്ക് അടച്ചിരിക്കുന്നത്. നികുതിയുടെ കൃത്യമായിട്ടുള്ള വിഭജനം കൊട്ടാരം പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ വമ്പിച്ച തുക ചാൾസ് രാജാവിനെ ബ്രിട്ടനിലെ തന്നെ ഏറ്റവും ഉയർന്ന നികുതിദായകരുടെ പട്ടികയിൽ മുൻനിരയിൽ എത്തിച്ചിരിക്കുകയാണ്. ജനാധിപത്യ സമൂഹത്തിൽ രാജകുടുംബത്തിന് പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ചുമുള്ള വിശാലമായിട്ടുള്ളൊരു ധാരണ ജനങ്ങളിൽ വളർത്താനാണ് തങ്ങൾ ഈ വിവരങ്ങൾ പരസ്യമാക്കിയതെന്നാണ് കൊട്ടാരം വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. ബ്രിട്ടീഷ് നിയമപ്രകാരം രാജാവിനോ വെയിൽസ് രാജകുമാരനോ രാജ്യത്ത് നികുതി അടയ്ക്കാനുള്ള യാതൊരുവിധ നിയമപരമായിട്ടുള്ള ബാധ്യതയുമില്ല എന്ന വസ്തുത നിലനിൽക്കെയാണ് ചാൾസ് രാജാവിൻ്റെ ഈ പുതിയ നീക്കം എന്നത്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യവുമാണിത്. ഇതിന് പിന്നിൽ 1993 ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ജനകീയ പ്രതിഷേധത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവുമുണ്ട്. കഥ എങ്ങനെയാണ്? അന്ന് വിൻസർ കാസലിൽ ഉണ്ടായിട്ടുള്ള കടുത്ത ഒരു തീപിടുത്തത്തെ തുടർന്ന് കൊട്ടാരം പുനരുദ്ധരിക്കാനുള്ളതിനായിട്ടുള്ള വമ്പിച്ച തുക പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും നൽകണമെന്ന നിർദ്ദേശം വന്നപ്പോൾ ബ്രിട്ടീഷ് ജനത കടുത്ത പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു. ജനവികാരം മനസ്സിലാക്കിയ അന്തരിച്ച എലിസബത്ത് രണ്ടാമൻ രാജ്ഞിയും അന്നത്തെ വെയിൽസ് രാജകുമാരനായിരുന്ന ചാൾസും തങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ബാധ്യത ഇല്ലെങ്കിൽ പോലും
സ്വമേധയാ നികുതി അടയ്ക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. ആ പാരമ്പര്യം വാസ്തവത്തിൽ രാജാവായ ശേഷവും ചാൾസ് കൂടുതൽ സുതാര്യതയോടുകൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുതിയ വെളിപ്പെടുത്തലുകൾ എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജകുടുംബം ഒഴുക്കുന്ന നികുതി പണത്തിൻ്റെ വലിപ്പം വ്യക്തമാകും. 2023-24 വർഷത്തിലെ ചാൾസ് രാജാവ് ഏതാണ്ട് 11.7 മില്യൺ പൗണ്ട് നികുതി അടച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും വെയിൽസ് രാജകുമാരനുമായിട്ടുള്ള വില്യം രാജകുമാരൻ $8.34 മില്യൺ പൗണ്ടാണ് നികുതിയായിട്ട് നൽകിയത്. അങ്ങനെ 2022 ചാൾസ് രാജാവായിട്ട് സ്ഥാനമേൽക്കുകയും വില്യം പുതിയ വെയിൽസ് രാജകുമാരനാകുകയും ചെയ്തതിന് ശേഷമുള്ള കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അച്ഛൻ്റെയും മകൻ്റെയും സംയോജിതമായിട്ടുള്ള നികുതി ബിൽ മാത്രം 50 മില്യൺ പൗണ്ടിലധികം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആഡംബര പദ്ധതികൾ ഉപേക്ഷിച്ചും സാമ്പത്തിക ഇടപാടുകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ സുതാര്യമാക്കിയും ആധുനിക ജനാധിപത്യ യുഗത്തിലെ രാജവാഴ്ചയുടെ പ്രസക്തി നിലനിർത്താനും ജനങ്ങളുടെ ആദരവ് പിടിച്ചുപറ്റാനുമുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് ചാൾസ് മൂന്നാമൻ രാജാവ് നടത്തുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുമുണ്ട്.